ആരംഭിച്ചവൻ തികയ്ക്കും. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു ടൈം ഉണ്ട്. നമ്മൾ പോലും അറിയാത്ത, മറുപടികളില്ലാത്ത, ഉത്തരങ്ങളില്ലാത്ത കുറെ സമയമായിരിക്കും. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവ് ഉറപ്പോടെ പറയുന്നു, ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ ഓഫ് ടൈമിലാണ്, ഇടയിലെ സമയമാണ്. ഒരു കാര്യം ഉറപ്പ് പറയാം, നീ ഇളകിപ്പോയാൽ ടെൻഷൻ എടുക്കണ്ട. പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലെങ്കിൽ ഭാരം കൊണ്ട. നീ ഇരിക്കുന്ന ഇടയിലെന്നുള്ള ടൈമിലാണ്, ഇൻ ബിറ്റ്വീൻ. ഒരു കാര്യം ഉറപ്പ് പറയുന്നു, നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞവൻ എത്തിക്കും. ഒന്നിന്റെ 4 വായിക്കുമ്പോൾ അങ്ങനെ വല്ലാതെ ഒത്തിരി ചിന്തകളുണ്ട്. ഈ ഫിലിപ്പിയ സഭ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഫിലിപ്പിയിലെ പാസ്റ്ററെ പറ്റി, ഫിലിപ്പിയ സഭയുടെ പാസ്റ്ററാ പൗലോസാണ്. പൗലോസിനെ കുറിച്ച് ഫിലിപ്പിയ വിശ്വാസികളോട് ചോദിക്കണം. അവർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. 16 അധ്യായമാണ് ഫിലിപ്പിയ സഭ സ്ഥാപിക്കാനുള്ള കാരണം. നമുക്കറിയാം, ഫിലിപ്പിയ സഭ സ്ഥാപിക്കുമ്പോൾ ഒന്നാമത് അവൻ പുഴവക്കത്തേക്ക് പൗലോസ് പോകുന്നു. ഫിലിപ്പിയ ദേശത്ത് പുഴവക്കത്ത് ചെല്ലുമ്പോൾ അവൻ സ്തോത്രം അവിടെ എന്താ വായിക്കുന്നത്? ഒരു ലുദിയയുടെ ഹൃദയം തുറക്കുന്നു. അവരാണല്ലോ ആദ്യത്തെ വിശ്വാസി. സ്തോത്രം. ഫിലിപ്പിയ സഭയിലെ ആദ്യ വിശ്വാസി ലുദിയയുടെ ഹൃദയം തുറക്കുന്നു. പൗലോസ് തലയിൽ കൈവച്ചെന്ന് വാക്യമുണ്ടോ? ഇല്ല. പൗലോസ് ഈ സഹോദരിയുടെ ഹൃദയം തുറക്കാൻ പൗലോസ് എന്ത് ചെയ്തു? പ്രസംഗിച്ചു. അപ്പോൾ ഈ ലുദിയ എന്ന വിശ്വാസിയോട് സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ലുദിയ സഹോദരി, നിങ്ങളുടെ പാസ്റ്ററെ പറ്റി എന്താണ് അഭിപ്രായം? പുള്ളിക്കാരി എന്നാ പറയും? എന്നാ പൊന്നച്ച, എന്നാ പറയാനാ, ഞങ്ങളുടെ പാസ്റ്റർ പ്രസംഗിച്ചാൽ ഹൃദയം തുറക്കും. എന്റെ അനുഭവം. പുള്ളി ഒരു ആമേൻ പറഞ്ഞാൽ മതി, തുറക്കാത്ത ഹൃദയവും തുറക്കും. അതാണ് ലുദിയയുടെ പറയുന്ന അവരുടെ പാസ്റ്ററെ കുറിച്ചുള്ള സാക്ഷ്യം. രണ്ടാമത് വരുന്നത്, ഇവര് ദൈവാലയത്തിൽ പോകുമ്പോൾ ഒരു വെളിച്ചപ്പാടത്തിൽ വഴിയിരിക്കുന്നു. ഭൂതത്തെ ശാസിച്ചു. പുള്ളിക്കാരി സഭയിൽ വന്നു. പുള്ളിക്കാരിയോട് സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ എന്നാ പറയും? ഞങ്ങളുടെ പാസ്റ്റർ പ്രസംഗിക്കേണ്ട, പുള്ളി ഒന്ന് ഇരുന്ന് നോക്കിയാൽ മതി, ഭൂതം ഇളകും. അതാ പൗലോസ്. കാരണം എന്നെ നോക്കി എന്നിലെ ഭൂതം പോയി, ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ആ വിശ്വാസിയുടെ സാക്ഷ്യം, ഞങ്ങളുടെ പാസ്റ്റർ നോക്കിയാൽ ഭൂതം പോകും. ലുദിയയുടെ സാക്ഷ്യം, പറഞ്ഞാൽ ഹൃദയം തുറക്കും. അങ്ങനെ ഇവരെ പിടിച്ച് അവിടെ ഇട്ടു, കാരാഗ്രഹത്തിലിട്ടു. കാരാഗ്രഹത്തിലിട്ട് അവിടെ ഇരുന്ന് ആരാധിച്ചു. അവിടെ ഇരുന്ന് ആരാധിച്ചപ്പോൾ കാരാഗ്രഹ പ്രമാണിയുടെ വീട് തുറന്നു. കാരാഗ്രഹ പ്രമാണി സാക്ഷ്യം പറയുന്നത് എന്നായിരിക്കും? ഞങ്ങളുടെ പാസ്റ്റർ 2 കൈയടിച്ചാൽ മതി, ഏത് അടിത്തറയാണ്. ഇങ്ങനെയാണ് സഭ സ്ഥാപിച്ചത്. ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞ. അപ്പോൾ ഈ പാസ്റ്ററായ പൗലോസിനെ കുറിച്ചുള്ള വിശ്വാസികളുടെ വാക്കുകൾ എന്താ? ഞങ്ങളുടെ പാസ്റ്റർ പ്രസംഗിച്ചാൽ ഹൃദയം തുറക്കും, നോക്കിയാൽ ഭൂതം പോകും, കൈയടിച്ചാൽ അടിസ്ഥാനം വളരും. ഇങ്ങനെ സഭ മുന്നോട്ട് പോയി. കുറെ നാളുകൾ കഴിഞ്ഞു. ദൈവദാസൻ അവിടെ നിന്ന് മാറിപ്പോയി. അവൻ സ്തോത്രം. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതേ ഫിലിപ്പിയ സഭ ഒരു വാക്ക് കേട്ടു. നിങ്ങളുടെ പാസ്റ്റർ പൗലോസ് കാരാഗ്രഹത്തിൽ. ചോദിക്കട്ടെ, ഇവരെന്തായിരിക്കും പറയുന്നത്? പൗലോസിനെ കുറിച്ചാണോ? പേടിക്കണ്ട, പുള്ളി നാളെ പുറത്താണ്. കാര്യമല്ല, ഇന്നലകളിൽ പുള്ളിയെ കാരാഗ്രഹത്തിൽ ഇട്ടപ്പോൾ പുള്ളി 2 കൈയടിച്ചു, പിറ്റേ ദിവസം പുറത്തായിരുന്നു. ഇതുപോലുള്ളൊരു കാരാഗ്രഹം മുൻപ് പുള്ളിക്ക് വന്നു. അന്ന് ആരാധിച്ച് വിടുതൽ കിട്ടിയവനാണ്. ചോദ്യം, ഇന്നത്തെ കാരാഗ്രഹം, ഈ പൗലോസ് ലേഖനം എഴുതുന്നത് കാരാഗ്രഹത്തിൽ കിടന്നാണല്ലോ. ആ കാരാഗ്രഹത്തിൽ എത്ര നാള് കിടന്നു? കൈയടിച്ചിട്ടില്ലേ അന്ന് പൗലോസ്? അന്ന് പൗലോസ് പ്രാർത്ഥിച്ചില്ലേ? അന്ന് ആരാധിച്ചില്ലേ? കാലിത്തറ എന്തെങ്കിലും ഇളയോ? അടിത്തറ പോയിട്ട് ഒരു അനക്കം പോലും സംഭവിച്ചില്ല. ചോദ്യം, ഇന്നലകളിലത്തെ നോട്ടത്തിൽ ഹൃദയം തുറന്നു, ഇന്നലകളിലത്തെ നോട്ടത്തിൽ ഭൂതമിളകി, ഇന്നലകളിൽ ആരാധിച്ചപ്പോൾ അടിത്തറ ഇളകി. ഇന്ന് കുത്തിയിരുന്ന് കൈയടിച്ചിട്ടും അടിത്തറ പോയിട്ട് ഒരനക്കം പോലും ഇല്ല. ചോദ്യം, പൗലോസിന്റെ കൃപ ചോർന്നോ? അവിടെയാ പൗലോസ് എഴുതുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത്. അതിന്റെ ഇടയിൽ എന്റെ അടിത്തറ ഒന്നും ഇളകുന്നില്ല. ഞാൻ കൈയടിച്ചും ആരാധിച്ചിട്ട് ഒരു മറുപടി ഇല്ലാത്ത ഒരു ഇടക്കാലത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികച്ചിരിക്കും. ഇന്ന് രാത്രി ഞാൻ ആരാധിച്ചിട്ട് ചങ്ങല ഇളകിയോ ഇല്ലയോ എന്നുള്ളതല്ല. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രതിസന്ധി മാറിയോ ഇല്ലയോ എന്നുള്ളതല്ല. എന്നിൽ ഇന്നലകളിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ ഇളകിയാലും ഇല്ലെങ്കിലും, അവൻ ഒരു വിടുതൽ സംഭവിച്ചാലും ഇല്ലെങ്കിലും, നാളെയിൽ അവനത് പൂർത്തിയാക്കിയിരിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര കടന്നു പോകുന്ന ദൈവാത്മാവ് പിന്നെയും ഓർപ്പിക്കുന്നു. ദൂത് കേട്ടിട്ടും അത് പൂർത്തിയാകുന്നതിനിടയിൽ, ദൂത് കേട്ട സമയത്തിനും പൂർത്തിയാകുന്നതിന്റെ ഇടയിൽ നീ കടന്നു പോകുന്ന, പരിഹരിക്കാൻ കഴിയാത്ത, എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത, പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഇന്ന് രാത്രി നീ അനുഭവിക്കുന്നുണ്ട്. ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നെ നോക്കി പറയുന്നു, ഈ പൊളിഞ്ഞ ലോകത്തിൽ
അക്കരെ എത്തിക്കുമെന്ന് പറഞ്ഞവൻ ദൈവമല്ലേ. അവനത് പൂർത്തിയാക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യത്തിലും മുക്കാതെ നിർത്തുന്നവൻ ഉയരത്തിലുണ്ട്. അവൻ ഇന്ന് രാത്രി നിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കും. ഇടക്കാലങ്ങൾ, ഇടയിലുള്ള സമയം നമ്മളോട് ഇരിക്കുന്ന ദൈവം. അവിടെ വായിക്കുന്നത് പടകിൽ തിര തള്ളിക്കയറുന്നു. അത്രയും പറഞ്ഞാണ് ഞാൻ നിർത്തിയത്. പടകിൽ തിര തള്ളിക്കയറുന്നു. നിങ്ങളെ ബൈബിൾ മലയാളത്തിൽ വായിക്കുന്നവർക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാം. ഇന്ന് ഉച്ചയ്ക്ക് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. 37-ാമത്തെ വാക്യത്തിൽ അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. വലിയ ചുഴലിക്കാറ്റെന്നാ മർക്കോസ് പറയുന്നത്. 39-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്. കാറ്റമർന്നു, വലിയ ശാന്തത ഉണ്ടായി. ആ രണ്ട് വാക്കൊന്ന് ചിന്തിച്ചാൽ മതി. വളരെ വലിയ ഹൈ തിയോളജി ഒന്നും അല്ല, നമ്മൾ സിമ്പിളായിട്ട് പറയുക എന്ന് പറയാം. വലിയ ചുഴലിക്കാറ്റ് വന്നാൽ ഓർത്തോണം വലിയൊരു ശാന്തതയ്ക്ക് വേണ്ടിയാണ്. ആമേ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ടെൻഷൻ എടുക്കാതെ പറയണം, എന്തോ വലിയ ശാന്തത ദൈവം വെച്ചിട്ടുണ്ട്, വലിയ ശാന്തത വന്നിരിക്കും. നമ്മൾ ഈ വേഗത്തിൽ ചിന്തിക്കുന്നു. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അടുത്ത വാക്ക് നമുക്ക് ഇന്ന് രാത്രിയിലത്തെ ചിന്തയിൽ വായിച്ചു തുടങ്ങാം. ആമേ. സ്തോത്രപ്പെടുന്നാണല്ലോ നമ്മൾ നിർത്തിയത്. പടകിൽ തിര തള്ളിക്കയറി. ആമേ. പ്രതിസന്ധികൾ ആരംഭിക്കുന്നത് നിയോഗം ഏറ്റെടുത്തപ്പോഴാണ്, പ്രാർത്ഥന കൂട്ടിയപ്പോഴാണ്, ദൈവശബ്ദം അനുസരിച്ച് ഇവർ മുന്നോട്ട് ഇറങ്ങിയപ്പോൾ തിര തള്ളിക്കയറി. അടുത്ത പദം അവൻ അമരത്ത്. തല വെച്ചുറങ്ങിയെന്നാണോ തലയണ വെച്ചുറങ്ങിയത്? 1-2 മിനിറ്റ് നമുക്ക് അതൊന്ന് ചിന്തിച്ചിട്ട് ആദ്യം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു തല വെച്ചുറങ്ങിയെന്നായിരിക്കും. പെട്ടെന്ന് വായിക്കുമ്പോൾ അവൻ അമരത്ത് തല വെച്ചുറങ്ങുകയായിരുന്നു. പിന്നെ എടുത്ത് നോക്കിയപ്പോൾ ഇണയെന്ന് അതിനകത്ത് അടപ്പുണ്ട്. തല ഇണ വെച്ചുറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മലയാളത്തിൻ്റെ കുഴപ്പമല്ലോ ആണോ. ഇംഗ്ലീഷിൽ ചില ട്രാൻസ്ലേഷനിൽ കുഷ്യൻ എന്നാണ് വായിക്കുന്നത്, ചിലതിൽ പില്ലോ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ചില ട്രാൻസ്ലേഷൻ തമിഴിലാണ് സൂപ്പർ മെത്തയെന്ന് എഴുതിയിട്ടുണ്ട്. മെത്ത പടുത്തതിനകത്ത് ഉറങ്ങിയത്, മെത്ത കിട്ടുറങ്ങിയത്. ശ്രോത്രം, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, തലയണ എവിടെ നിന്ന് കിട്ടി? യേശുവിന് ഉറക്കം വന്നപ്പോൾ യേശുവിന് ഉറങ്ങാൻ തലയണ എവിടെ നിന്ന്? നമ്മുടെ നാട്ടിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ വൈകിട്ട് ഉറക്കം വരുമല്ലോ, ഉറക്കാറൊക്കെ ആകുമ്പോൾ എയർ പില്ലോ കൊണ്ടുവന്നു. അല്ലെങ്കിൽ നമ്മൾ സ്റ്റേഷനിൽ നിർത്തുന്നു, താഴോട്ട് ഇറങ്ങുന്നു, 50 രൂപ കൊടുക്കുന്നു, മേടിക്കുന്നു, വീർപ്പിക്കുന്നു, കിടക്കുന്നു. അതുപോലെ യേശുവിന് ഉറക്കം വന്നപ്പോൾ സ്റ്റേഷൻ നിർത്തി കടലിലോട്ട് ഇറങ്ങി. അങ്ങനെ എന്തെങ്കിലും സ്റ്റേഷൻ കടമല്ലോ ഉണ്ടോ? കടലിൽ യേശുവിന് ഉറക്കം വന്നപ്പോൾ തലയണ മേടിക്കാൻ പറ്റിയ കട അത് ഓപ്ഷൻ അല്ല. യാത്രയുടെ ഇടയിൽ തലയണ മേടിച്ചു എന്ന് പറയാൻ ഒന്നുമില്ല. പിന്നെ എന്തായിരിക്കും? തലയണ എങ്ങനെ വന്നു? പോയപ്പോഴേ എടുത്തിരുന്നു. ഇങ്ങനെ നമ്മൾ വലിയ സംഭവമായിട്ടൊന്നും ചിന്തിക്കണ്ട. അവർ പോയപ്പോഴേ യേശു എന്താ പറഞ്ഞ? എവിടോട്ട് പോകാന്നാ പറഞ്ഞേ? അക്കരേക്ക് പോകാനാ. വലിയ ദൂത. അവിടെ വലിയൊരു തന്നെ കെട്ടുപൊട്ടിയിടം. അവൻ പാസ്സാകാനുള്ളതാ. 10 ദെക്കപ്പൊരു നാട് മുഴുവൻ സുവിശേഷം പറയാൻ ഒരുവന്റെ കെട്ടുപൊട്ടിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് പോകണം. വലിയ നിയോഗം കൊടുത്ത് യേശുവിനെ ഇറക്കി. പോകുന്ന പോക്കിൽ എന്തുകൂടി എടുത്തു? ആരെ ഉറക്കാൻ? ഇന്ന് രാത്രി നമ്മളൊന്ന് ചിന്തിക്കുക, യേശുവിന് ഉറക്കാൻ പറ്റിയ എന്തെങ്കിലും തലയണ ഉണ്ടോ? യൂത പോലും ഉറങ്ങിയിട്ടില്ല. ഗ്രൂപ്പ് സത്യത്തിൽ ഉറങ്ങേണ്ടത് യൂതയാ. പുള്ളി പോലും ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ കർത്താവ് ഉറങ്ങുക. നിങ്ങൾ ആ ഒരു വിഷ്വലായിട്ട് ഒരു ഭാഗം ഒന്ന് ചിന്തിച്ച്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരാളിനെ നമുക്ക് ഇപ്പൊ ഉറക്കാം. 5 മിനിറ്റ് ഉറക്കാം. നമ്മൾ ഒരാളിനെ അങ്ങ് ഇഗ്നോർ ചെയ്യുക, ടോട്ടൽ ഇഗ്നോർ ചെയ്യുക. ഇപ്പൊ അങ്ങ് നമ്മൾ ടോട്ടൽ ഇഗ്നോർ ചെയ്ത് മാറ്റി നിർത്തി. നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല. നമ്മളെല്ലാവരും കൂടി വളഞ്ഞിരുന്ന് നമ്മളൊക്കെ സംസാരിക്കുക. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എന്നാലും മൈൻഡ് ചെയ്തില്ല. എന്ന് പറയാം, ഓ നീ എന്ന് പറയുന്നത് പോലെ നമ്മൾ ടോട്ടൽ ഇഗ്നോർ ചെയ്തിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായി ആരുറങ്ങും? തീർച്ചയായിട്ടും അങ്ങനെ ഉറങ്ങും. കാരണം ഞാൻ എന്നാത്തിനാണ് ഇരിക്കുന്നത്? എനിക്കിതിൽ റോളുണ്ടോ? കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതൊന്നും അല്ലല്ലോ ഇവർ പറയുന്നേ. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഈ 12 ശിഷ്യന്മാരും യേശു ഉൾപ്പെടെ 13 പേര് ഒരുമിച്ച് പോവുക. ഈ 12 പേരും ഭയങ്കര കാര്യം പറച്ചില്ല, ഭയങ്കര കാര്യം പറയുന്നു. തെര വരുന്നു. അത് യേശു ഉറങ്ങിയിട്ടാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഇവർ മുന്നോട്ട് പോകുമ്പോൾ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നു. ഇവർ കാര്യം പറയുന്നു. കുറച്ചു നേരം യേശു പറഞ്ഞു, ഞാനിതെന്നാ, എനിക്കെന്നാ റോള്? ഞാനാ വിളിച്ചിറക്കിയത്? ഞാൻ ഇതിനകത്തുണ്ടോ? ഇപ്പോൾ ഉണ്ടെന്ന് പോലും അറിയാത്ത രീതിയിലാണല്ലോ ഞാനിപ്പോൾ. യേശു പതുക്കെ കണ്ണടച്ചു വന്നു. കണ്ണടച്ചു വന്നതും പത്രോസ് പതുക്കെ
ഒരു തലകണ എടുത്തു കൊടുത്തു, അച്ഛാ ഉണ്ടാതെ കിടന്നോ, ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ 7 ഇരുന്നോളാം, അന്ന് എഴുന്നേറ്റാൻ വെച്ചോ. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. ഞാൻ ഉദ്ദേശിക്കുന്ന ഉറങ്ങാൻ പറ്റത്തില്ല, യേശുവിനെ ഉറക്കാൻ പറ്റത്തില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങത്തില്ല, മയങ്ങത്തില്ല. പക്ഷേ എന്നോട് ദൈവം പറഞ്ഞൊരു വേർഡ് ഞാൻ പറയാം, നമ്മുടെ ലൈഫിൽ യേശു ആക്റ്റീവാണ്. ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കണം. നാട്ടുകാർ നോക്കുമ്പോൾ യേശു ഉള്ള പടകാണോ യേശു ഇല്ലാത്ത പടകാണോ? യേശു ഈ വീടിന്റെ നാട് നമ്മുടെ നെഞ്ചത്ത് എഴുതി വെച്ചിട്ടുണ്ട്, യേശു ഉണ്ട്, യേശു ഉണ്ട്, യേശു ഉള്ള പടക. മറ്റുള്ളവർ നോക്കുമ്പോൾ യേശു ഉള്ള പടക, പക്ഷെ യേശു അകത്ത് ആക്റ്റീവാണ്. ഇന്ന് രാത്രി യേശുവിനെ ആക്റ്റീവാക്കാൻ കഴിയുക, എന്തെങ്കിലും യേശുവിനെ മയക്കിക്കളയുന്ന, യേശു ആക്റ്റീവായി നിൽക്കാൻ കഴിയുന്ന ചെറിയ ചിലതെന്തെങ്കിലും ഇന്ന് രാത്രി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഉപവാസത്തിന്റെ രണ്ടാമത്തെ സെക്ഷനിൽ നിന്നെ ഞാനൊന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുകയാ. നീ എന്റെ ലൈഫിൽ, എന്റെ തലമുറയുടെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, ഞാൻ നിങ്ങളെല്ലാവരും പാപിയും ഞാനെല്ലാം വിശുദ്ധനും എന്നുള്ള രീതിയിലല്ല പ്രസംഗിക്കുന്നത്. നിങ്ങളെന്താണ് വലിയ പാപം ചെയ്തിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളോട് നിങ്ങൾ സംസാരിക്കുക. എന്റെ ശുശ്രൂഷയിൽ, നമ്മുടെ ലൈഫിൽ, നമ്മുടെ തലമുറയുടെ ജീവിതത്തിൽ, നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ ആക്റ്റീവാകാൻ പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിലും രാത്രി കർത്താവേ മറ്റൊരു കൃപ നമുക്ക് ആഴമായി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ യേശുവിനെ ഉറക്കുന്ന തലകണകളെ പുറത്തെറിയാം. നിങ്ങൾക്ക് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി നടന്ന ഒരു അധ്യായമുണ്ട്. സ്തോത്രം. പെട്ടെന്ന് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത് യോശുവയുടെ പുസ്തകം ഒന്ന് എടുക്കാം. യോശുവയുടെ പുസ്തകം ഇവിടെ ലൈഫിനെ പോലും തിരിച്ചൊരു ഡിസിഷൻ എടുത്ത ഒരു അധ്യായമാണ്. യോശുവയുടെ പുസ്തകം 11-ാം അധ്യായം 22-ാമത് വാക്യം. നല്ല 11-ന്റെ-22 വായിക്കാം. എന്ന വാക്കാന്ന് പറയും. നിങ്ങൾ അടിയിൽ വരെ ഇടാൻ പറ്റണമെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ലൈഫിൽ പറ്റിയ പരാജയത്തിന്റെ ഒരു ഡിസിഷൻ. സ്തോത്രം. ആവർത്തന പുസ്തകത്തിൽ ദൈവം അവരെ വിളിച്ചിറക്കുമ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ കൈവശമാക്കാൻ ചെല്ലുന്നിടത്തുള്ള ഒരനാക്യനും ശേഷിക്കരുത്, എല്ലാരുമായി ഉടമ്പടി ചെയ്യരുത്, എല്ലാവരെയും നിർമൂലമാക്കണം. ഇതാണ് ദൈവം കൊടുത്ത പ്രമാണം. സ്തോത്രം. മോശയുടെ കാലം കഴിഞ്ഞ് യോശുവയുടെ കാലം വന്നപ്പോൾ അവിടെ വായിക്കുന്ന 3 പട്ടണം, ഗസ്സ, ഗത്ത്, അസ്തോദ്, 3 ചെറിയ പട്ടണമാണ്. വലിയ കാര്യമൊന്നുമില്ല. വലുതിനെയെല്ലാം നശിപ്പിച്ചു. വലിയ വലിയ വമ്പൻ അനാക്യമല്ല വമ്പൻ ഫെലിസ്തീനെ നശിപ്പിച്ചു. വലിയ വലിയ കാര്യങ്ങളെ നശിപ്പിച്ചു. രാജാക്കന്മാരെ കളഞ്ഞു. പക്ഷെ ഗസ്സ എന്നുള്ള ചെറുത്, ഗത്ത് എന്നുള്ള ചെറുത്, അസ്തോദ് എന്നുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, പാവപ്പെട്ടവരാ. അവരെന്നാ ചെയ്യാനാ? സ്തോത്ര. യോശുവ എന്ത് ചെയ്തു? അവരെ അങ്ങ് മാറ്റിയിട്ടു. അവരോട് ദയ കാണിച്ചു. ബാക്കിയുള്ളതിനെ എല്ലാം നശിപ്പിച്ചു. നിങ്ങൾക്കറിയാമോ, ഇസ്രായേലിന്റെ ലൈഫിൽ, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഈ 3 പട്ടണം അവർക്ക് മുള്ളായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഗസ്സയിൽ നിന്ന് ആര് വന്നെന്നറിയാമോ? ഗത്തിൽ നിന്ന് ആര് വന്നെന്നറിയാമോ? ഗോലിയാത്ത് വന്നു. അസ്തോദിയൻ വന്ന് പെട്ടകം പിടിച്ചു. ഈ 3 ഗോത്രങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ മുള്ളായി അവശേഷിച്ചു. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെറുതെന്ന് ചിന്തിക്കുന്ന ചിലതാ. ഇന്ന് രാത്രിയെ ഹല്ലേലൂയ കർത്താവിനെ ഒന്ന് ആക്റ്റീവാക്കാൻ, അവനെ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ. യേശുവേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അവൻ എഴുന്നേൽക്കാൻ റെഡിയാണ്. ഈ രാത്രി അവൻ എഴുന്നേൽക്കുന്ന രാത്രിയാകട്ടെ. രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവൻ സ്തോത്രം. ഞാൻ വീണ്ടും അവൻ ഒന്നുകൂടി പറയാം. എന്റെ ലൈഫിൽ അവൻ എത്രത്തോളം ഞാൻ മയക്കാൻ നോക്കിയാലും, ഞാൻ അപ്പാ എന്നൊന്ന് വിളിച്ചാൽ അവൻ എഴുന്നേൽക്കാൻ റെഡിയാണ്. അതൊരു സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല, കുറവുകളൊക്കെ ഉണ്ട്. അവൻ എന്റെ ലൈഫിൽ ഒന്ന് ആക്റ്റീവ് ആകുന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് രാത്രി യേശുവേ നീ ഒന്ന് എഴുന്നേൽക്കണമേ എന്ന് പറഞ്ഞാൽ അവൻ ഇന്ന് രാത്രി എഴുന്നേൽക്കാൻ റെഡിയാണ്. ആ ഒരു കർത്താവിനെ ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. എന്നെ ഉറപ്പിക്കാൻ, ചിലരെ ഉറപ്പിക്കാനാണ് ഞാൻ വീണ്ടും പറയുന്നത്. നിങ്ങൾ വലിയ പാപം ചെയ്തെന്നല്ല പറയുന്നത്. പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ ഇതിനകത്തിരിപ്പുണ്ട്. പണ്ടത്തെ പോലെ സഭയിൽ ആക്റ്റീവ് ആകാൻ പറ്റാത്തവരിരിപ്പുണ്ട്. ആരോ എന്നോ എവിടെയോ പറഞ്ഞൊരു വാക്ക് നിമിത്തം ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആത്മാർത്ഥത നഷ്ടപ്പെട്ടവരിതിനകത്തിരിപ്പുണ്ട്. ദൈവാത്മാവ് നിങ്ങളോടാ പറയുന്നത്. ചെറുതാ. പക്ഷെ ഇന്ന് രാത്രി മനഃപൂർവ്വം അതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് യേശുവിനെ ഒന്ന് ആക്റ്റീവാക്കാം, യേശുവിനെ തട്ടിയെടുപ്പിക്കാം. ഈ രാത്രി നമ്മൾ തയ്യാറാകുമ്പോൾ ഏത് ഉടച്ചിലുകളും നിൽക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത തോറ്റവനെ ചേർത്ത് പിടിക്കുന്ന ദൈവം.
അല്ലെങ്കിൽ അങ്ങനെ വാക്ക് പറയാൻ പറയുന്നു. തോറ്റു പോയതിനെ ചേർത്ത് പിടിക്കുന്നവരാധികം. ലൂക്കോസ് വിശേഷം 24:15. ലൂക്കോസ് വിശേഷം 24:15. ഹല്ലേലൂയ. വിഷയം വിടുകയല്ല, ദൈവം വല്ലാതെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ്. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ അടുത്ത യേശു താനും. ആ വാക്ക് നിങ്ങൾ വെറുതെ വായിച്ചു വിടാതെ ഒരു വിഷ്വലായിട്ട് ഒരു ഫിലിം കാണുന്നത് പോലെ ആ ഒരു വേർഡ് നിങ്ങളൊന്ന് കണ്ടാട്ടെ. തർക്കിച്ചും വാദിച്ചും എന്ന് പറഞ്ഞാൽ അടിയും വഴക്കുണ്ടാക്കിക്കൊണ്ട് പോവാ എന്ന് പറഞ്ഞാൽ മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് യേശുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഡിസ്കഷനിലും ഇറിറ്റേഷനായുള്ള വേർഡുകളും പറഞ്ഞു പോകുമ്പോൾ അടുത്ത പദം യേശു താനും. അടും കൊണ്ട് പോകുന്നവരോട് രാത്രി നമുക്ക് തർക്കമുണ്ട്, വാദമുണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ പദ്ധതിയുള്ളപ്പോ അവൻ നമ്മളോട് ചേർന്ന് നടക്കുക. ഈ രാത്രി ഉപവാസ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ ദൈവസഭയെ വിവേചിച്ചിട്ട് ദൈവാത്മ പറയുന്നു, ദൈവസഭയോട് ചേർന്ന് നടക്കാം. അവൻ തർക്കങ്ങളും വാദങ്ങളും അല്ല, ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിക്കാൻ, ഒന്നുകൂടി ഉടഞ്ഞെഴുന്നേൽക്കാൻ, ഒന്നുകൂടി വചനത്തിൽ ധ്യാനിപ്പാൻ, ഒന്നുകൂടി പട്ടണത്തിന് വേണ്ടി ഉപവസിപ്പാൻ ദൈവ സഹോദരൻ നിന്നെയാ കണ്ടിരിക്കുന്നത്. ഉള്ളിലുണ്ടായ മുറിവ് സത്യമാ, ഉള്ളിൽ കേട്ട വേദന സത്യമാ. പക്ഷെ ഇന്ന് രാത്രി മനഃപൂർവ്വം കുടഞ്ഞു കളഞ്ഞിട്ട് യേശുവേ എഴുന്നേൽക്കെന്ന് പറ. അവനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവന്റെ മഹത്വം യേശുവിൻ നാമത്തിൽ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. അവർ അവനെ ഉണർത്തി. അതാ വാക്യം. യേശു അമരത്ത് തലയണ വെച്ച് പറഞ്ഞു. അവർ അവനെ ഉണർത്തി. സ്തോത്രം. നാഥാ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ല. സത്യത്തിൽ അത് തിരിച്ചാ പറയേണ്ടത്. നീ ഇങ്ങനെ എന്നാത്തിനാകണമെന്ന് ഉറങ്ങുന്നത്? ഞങ്ങൾക്ക് നീന്തലറിയാം, എന്തേലും പറ്റിയ ഞങ്ങൾ നീന്തി കരയ്ക്ക്. നീ തച്ചക മര്യാദക്ക് എഴുന്നേറ്റ് എന്തേലും ചെയ്യും, അതല്ലേ പറയേണ്ടത്. ഇവര് പറഞ്ഞിട്ട് ഞങ്ങൾ നശിക്കുന്നതിൽ അതിൽ തന്നെ ഒരു അപാകതയുണ്ട്. ഞാൻ ആ വിഷയം ഇന്ന് രാത്രി എടുക്കുന്നില്ല. സ്വന്തം ഞങ്ങൾ യേശു എഴുന്നേറ്റു. ആ വേർഡ്, ആ വാക്കൊന്ന് വായിക്കാവോ? അവൻ എഴുന്നേറ്റു. എന്തോ ഒന്നുകൂടി വായിച്ചാട്ടെ. നമ്മൾ സാധാരണ എന്താ പറയുന്നേ? യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെ, അങ്ങനെ വാക്യമാണോ? യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെ ശാസിച്ചു എന്നല്ല വായിക്കേണ്ടത്. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അത്രേ പറഞ്ഞു എന്ന് പറഞ്ഞാൽ യേശു നോക്കിയപ്പോൾ കടല് പാവം. ഞാൻ ഇച്ചിരി വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കുന്നതല്ലാതെ ഒരു ഫുൾ വിഷയമില്ല. കുറേ വെള്ളം ഇങ്ങനെ കിടക്കുന്നതല്ലാതെ, കടലിന്റെ കാര്യമാണ് പറഞ്ഞത്, ഇങ്ങനെ കിടക്കുന്നതല്ലാതെ ഒരു വിഷയമില്ല. ഈ പുള്ളിയെ ഇത് ഇളക്കി വിടുന്നത് മുഴുവൻ കാറ്റാണ്. സ്വോത്രം. കർത്താവ് യേശു എഴുന്നേറ്റ് കടലിനെ അല്ല ശാസിച്ചത്, കാറ്റിനെ ശാസിച്ചിട്ട് വിഷയം. നമ്മുടെ പല ഇളക്കത്തിന്റെ പിന്നിലും നിൽക്കുന്ന കാറ്റിനെ തിരിച്ചറിഞ്ഞാൽ വിഷയം. നമ്മൾ ഈ വെള്ളം കണ്ടു കടന്ന് ശാസിക്കുക. ഇന്ന് രാത്രി കുടുംബങ്ങളാകട്ടെ, തലമുറയുടെ വിഷയങ്ങളാകട്ടെ, നിങ്ങൾ ഈ വെള്ളം കണ്ട് പ്രാർത്ഥിക്കരുത്. ഈ 12 ശിഷ്യന്മാര് പ്രാർത്ഥിക്കുന്നതല്ല, കർത്താവെ പടകുലയുന്നു, ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം. 2 തിരമാല അടിക്കുന്നു, രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം. 3 കടലിൽ ക്ഷോഭിച്ചിരിക്കുന്നു. ഈ 3 വിഷയത്തിനാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. കർത്താവെ പടകിന്റെ ഉലച്ചിൽ നിൽക്കണം, വെള്ളത്തിന്റെ തള്ളിക്കയറ്റം നിർത്തണം, കടലിന്റെ ക്ഷോഭം നിർത്തണം. ഇത് 3 ഇവർക്ക് കാണാം. ഇവർ കാണുന്ന വിഷയത്തിലാണ് പ്രാർത്ഥിച്ചത്, അല്ലെ? യേശു എഴുന്നേറ്റു. ഇവര് പ്രാർത്ഥിച്ച തലങ്ങളിൽ ഒന്നും യേശു തൊട്ടില്ല. ഇവരുടെ പ്രാർത്ഥന വെള്ളത്തെ തൊട്ട, പടകിനെ തൊട്ട, കടലിന്റെ വിഷയമാണ്. യേശു എഴുന്നേറ്റ ഇതിനെ ഒന്നും കാണാത്ത ഒരു കാറ്റിനെ ശാസിച്ചു. ഇന്ന് രാത്രി കാണുന്ന കാര്യത്തിന്റെ മറഞ്ഞിരിക്കുന്ന ഒരു കാരണത്തെ ശാസിക്കുന്ന ഒരു രാത്രിയാകട്ടെ ദൈവാത്മാവിൽ അവിടുന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, തള്ളിക്കയറുന്ന വെള്ളമില്ലേ, പ്രാർത്ഥനയ്ക്ക് വിഷയം കൊണ്ടുവരുന്ന കാര്യമില്ലേ, ദൈവസ്ഥിതി ഇരുത്തിയ ഒരു വിഷയമില്ലേ, കർത്താവിന്റെ ആ വിഷയത്തിന്റെ പുറകിൽ നിൽക്കുന്ന ഒരു കാറ്റുണ്ട്. അതിനെ ആത്മാവിലേക്കാം. കാര്യത്തിന്റെ പിന്നിലെ കാരണത്തെ കണ്ടാൽ അവിടെ വിടുതൽ നടക്കും. ഏതൊരു വിഷയത്തിന്റെ കാര്യത്തിന്റെ പിന്നിലും ഒരു കാരണമുണ്ട്. നമ്മൾ കാര്യം കണ്ട് പ്രാർത്ഥിക്കും. യേശു
കാരണം കണ്ട് ശാസിക്കും. അല്ലേ? നമ്മൾ കാര്യം കണ്ട് പ്രാർത്ഥിക്കും. യേശു കാരണം അവൻ അറിഞ്ഞ്, നമ്മൾ കാര്യം കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ യേശു കാരണം അറിഞ്ഞ് ശാസിക്കും. ഒരു ഉദാഹരണം വേഗത്തിൽ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. അമേ സ്തോത്രം. ഈ അവൻ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകാൻ നിങ്ങൾ എന്റെ കൂടെ വരുന്നത് കൊണ്ട് ഞാൻ വചനം പറഞ്ഞ് മുന്നോട്ട് പോകുക. സ്തോത്രം. ഹല്ലേലൂയ. അമേ സ്തോത്രം. ഈ ഇസ്രായേൽ മക്കളെ തടയുന്നത് ആരാ? ആരാധനയ്ക്ക് വിടാതെ നമ്മൾ ആർക്കെതിരെയാ പ്രാർത്ഥിക്കുന്നത്? ഫറവോനെതിരെ. യേശുവിന്റെ നാമത്തിൽ ഫറവോൻ ഒളിയട്ടെ. നമ്മൾ ഞാനും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സത്യത്തിൽ ഫറവോൻ ഭാവമാണ്. പുള്ളി വെള്ളം വന്ന് കിടക്കുന്ന പോലെ ഫറവോനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന വേറൊരു പുള്ളിയാണ്. ഞാൻ ഫറവോനല്ല വിഷയം. സ്വന്തം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആരും എഴുന്നേറ്റ് പോലെ മാസം തിരുപദേശം പ്രസംഗിച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ പ്രസംഗിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കണ്ണു അടയ്ക്കരുത്. ഇനി പറയുന്ന 2-3 മിനിറ്റ് നേരത്തെ വരെ പറഞ്ഞതിന് ഇടയ്ക്ക് കണ്ടെത്താൻ കുഴപ്പമില്ല. കാരണം വലിയ വിഷയമല്ല. ഇതിപ്പോൾ ദുരുപദേശം ആകെ പോകാതിരിക്കാൻ ഇപ്പം എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കില്ല. പറവും ഭാവം. അയ്യോ വന്ന പുള്ളി പറവും ഭാവമാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞത്. ഞാൻ പറവും ഭാവമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് മാത്രം. നേരത്തെ പറഞ്ഞാൽ പുള്ളി വെള്ളമാണ്. പുള്ളിയെ കൊണ്ട് ഇതെല്ലാം നടക്കുന്ന വേറൊരു കാര്യം. ഈ മോശയും അഹറോനും എല്ലാ ദിവസവും രാവിലെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറയുവാണേ. നമ്മുടെ ബന്ധുക്കോസ് നമുക്ക് ഇവർ രണ്ടുപേരും മോശയും അഹറോനും രാവിലെ കൊട്ടാരത്തിൽ ചെല്ലും. കൊട്ടാരത്തിൽ ആരിയ്ക്കുക? സിംഹാസനത്തിൽ. അവന്റെ മുമ്പിൽ നിന്ന് യേശുവിന്റെ രക്തം ജയം ജനത്തെ വിട്ടയക്കുന്നു. തന്നേ പറ്റൂ, കെട്ടുപൊട്ടിയേ പറ്റൂ, യേശുവിൻ നാമത്തിൽ നടക്കട്ടെ എന്നൊക്കെ ആരുടെ മുഖത്ത് നോക്കി പറയാം? ഫറവോന്റെ മുഖത്ത് നോക്കി പറയാം. കുറേ സമയം കഴിഞ്ഞു. നമ്മുടെ സമയം അനുസരിച്ചാണ് ഒരു 12:15 കഴിയുമ്പോൾ ഫറവോൻ പറയും കൊണ്ടുവയ്ക്കൂ. ഫറവോൻ പറയും കൊണ്ടുവയ്ക്കൂ. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരാശ്വാസം. വിടുതലായല്ലോ. നമ്മൾ ആശീർവാദം പറഞ്ഞ് 12 ആകുമ്പോൾ വീട്ടിലെത്തും. നമ്മൾ വീട്ടിൽ ഒരു 12:45 മൊബൈൽ എടുക്കുമ്പോൾ ക്ലിക്ക് എന്നൊരു സൗണ്ട് കേൾക്കും. ഏതാ നോട്ടിഫിക്കേഷൻ വന്നതാണ്, മെയിൽ വന്ന് കിടക്കുക. നോക്കുമ്പോൾ വൈക്കോല് കൊടുക്കണ്ട. ഫറവോന്റെ അടുത്ത കൽപ്പന വന്നിട്ടില്ല. വൈക്കോല് കൊടുക്കണ്ട. പിറ്റേ ദിവസം രാവിലെ ഫറവോന്റെ മുമ്പിൽ നമ്മൾ വീണ്ടും ഒരു 10:30 ആകുമ്പോൾ വരുന്നു. യേശുവിൻ നാമത്തിൽ വിട്ടയക്കാം, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കാം. 12:15 പുള്ളി വീണ്ടും പറയും കൊണ്ടുവയ്ക്കൂ. നമ്മൾ വിടുതൽ കിട്ടിയെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി. അടുത്തും ക്ലിങ് എന്ന സൗണ്ട് തുറന്നു നോക്കുമ്പോൾ ചള്ള കൊടുക്കണ്ട. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, ശാസിക്കുന്നില്ലേ, പക്ഷെ വിടുതൽ നടക്കുന്നുണ്ടോ? ഇങ്ങനെ മുന്നോട്ട് കുറെ നാള് പോയപ്പോൾ പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ദൈവം മോശയോട് പറഞ്ഞൊരു പദം 15-ാമത് വാക്യത്തിൽ രാവിലെ പദം നീ ഫറവോന്റെ അടുക്കൽ ചെല്ലണം. എവിടെ? വായിക്കാം. അവൻ ആ വാക്കുകൾ നിങ്ങൾ ചിന്തിച്ച് ധ്യാനിക്കണം. പിന്നത്തേതിലും അവൻ വെള്ളത്തിന്റെ അടുക്കൽ ഇറങ്ങി വരും. ചോദ്യം, ഇന്നലെ വരെ നീ കണ്ടത് എവിടെ ഇരിക്കുന്ന ഫറവോനെയാ? സിംഹാസനത്തിലിരിക്കുന്ന ഫറവോനെ. എന്നാൽ ഇവിടെ മോശയോട് ദൈവം പറയുന്നു, ഇന്നലെ വരെ കൊട്ടാരത്തിൽ പോയിട്ട് നിനക്ക് പൂർണ്ണ വിടുതൽ കിട്ടിയില്ല. സ്തോത്രം. ഇനി നീ എവിടെ പോണം? വെള്ളത്തിന്റെ അടുക്കൽ. അപ്പൊ എന്റെ ചോദ്യം, കൊട്ടാരത്തിലിരിക്കുന്ന ഫറവോന് വെള്ളത്തിനകത്ത് എന്താ കാര്യം? ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ദൈവം മോശയോട് പറഞ്ഞു സർപ്പമായി തീർന്ന വടിയും കയ്യിലെടുക്കണം. താഴോട്ടുള്ള വാക്യങ്ങളാണ്. അടുത്ത പദം, ഫറവോൻ കാണെ നീ എവിടെ അടിക്കണം? വെള്ളത്തെ അടിക്കണം. വെള്ളം രക്തമായി തീരും. ചോദ്യം, ജനത്തെ തടയുന്നത് ആരാ? നമ്മൾ പറഞ്ഞതനുസരിച്ച് ഫറവോൻ. അങ്ങനെയെങ്കിൽ ആരെ അടിക്കേണ്ടത്? ഫറവോനല്ലേ അടിക്കേണ്ടത്. പക്ഷെ ദൈവം എന്നെ അടിക്കാൻ പറഞ്ഞേ. ഈ വെള്ളവും ഫറവോനും തമ്മിൽ എന്താ കണക്ഷൻ? എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഇന്നലെ വരെ നമ്മൾ കണ്ടത് കൊട്ടാരത്തിലെ ഫറവോൻ. ദൈവം മോശയോട് പറഞ്ഞ കൊട്ടാരത്തിൽ ഫറവോൻ വരുന്നതിന് മുൻപ് അവൻ വരുന്നൊരു സ്ഥലമുണ്ട്. അത് കാണാൻ നീ രാവിലെ എഴുന്നേക്കണം. അവൻ ഇറങ്ങുന്നിടത്ത് നീ പോണം. അവൻ വെള്ളത്തിന്റെ അടുക്കൽ ഇറങ്ങി വരുമെന്ന വാക്യം. അവൻ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു. ഇവിടെ ചരിത്രം പഠിക്കണം. അവൻ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് അവന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. അവന്റെ ദൈവം ഇരിക്കുന്നിടം ഈ വെള്ളമാണ്. ദൈവം ഫറവോനോട് പറഞ്ഞു, അവനെ ഉറപ്പിക്കുന്നിടം നീ അടിക്കണം. അപ്പോൾ ഈ വെള്ളത്തിൽ എന്താ പ്രത്യേകത? വെള്ളത്തിൽ 2 ശക്തിയുണ്ട്. അശൂര്യ ദൈവമുണ്ട്, മിസ്രൈമ്യ ശക്തിയുണ്ട്. പക്ഷെ ഇത് പ്ലാസ്റ്റർ ഐഡിയ വല്ലതാണ്, പുസ്തകത്തിലുള്ളതുണ്ട്, ബൈബിളിലുള്ള കാര്യമാണ് പറഞ്ഞത്. സെഖരിയ പ്രവചനം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കാതെ വചനം തരാം. സെഖരിയ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 11-ാമത് വാക്യം. സെഖരിയ പ്രവചനം 10-ാം അധ്യായം. കഷ്ടതയുടെ സമുദ്രത്തിലൂടെ കടന്ന്
അടിക്കും. അടുത്ത വാക്ക് നീലനദി. നൈൽ നദി നമുക്കറിയാം. നീലനദിയുടെ ആഴങ്ങളൊക്കെയും വറ്റിപ്പോകയും അശ്ശൂരിന്റെ ഗർവ്വം താഴുകയും മിസ്രൈമിന്റെ ചെങ്കോൽ നീങ്ങുകയും ചെയ്യും. കേട്ടോ, ആ വെള്ളത്തിലിരിക്കുന്ന 2 ക്ഷേത്രങ്ങളുണ്ട് ചരിത്രം പറയുന്നത്. ആ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്ന് വന്നു, എവിടെ നിന്ന് വന്നു എന്ന് ഇത്യാദി കാര്യങ്ങൾ. അവിടെ 2 കാര്യം. ഒന്ന് അശ്ശൂരിയ ശക്തിയും, 2 മിസ്രൈമ്യ ചെങ്കോൽ. ആമേൻ. അപ്പോൾ അവിടെ വായിക്കുന്നുണ്ടോ, അശ്ശൂരിന്റെ ഗർവ്വം താഴണം, മിസ്രൈമിന്റെ ചെങ്കോൽ നീങ്ങണം. ഇത് 2 സംഭവിച്ചാൽ ജനം വിടുവിക്കപ്പെടും. അശ്ശൂരിന്റെ ഗർവ്വം താഴാനും മിസ്രൈമിന്റെ ചെങ്കോൽ മാറാനും ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? അവിടെ എഴുതിയിട്ടുണ്ടോ? വെള്ളത്തെ അടിക്കണം. ദൈവം മോശയോട് പറഞ്ഞതാ. മോശ ഫറവോന്റെ അധികാരത്തെ ഉറപ്പിക്കുന്നതാ ഈ വെള്ളമാണ്. ഞാൻ ഉദാഹരണം പറയാം. ഞാനിപ്പോ മോദിയാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നില്ല, അതേ ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ സംഭവം വന്നല്ലോ, അതേ ചെയ്യത്തുള്ളൂ. അതിൽ കുറഞ്ഞതൊന്നും നിങ്ങൾ ചെയ്യത്തില്ല. എന്നാൽ മോദിയുടെ കസേരയിൽ ഇരുന്നിട്ട്, മോദിയുടെ മുമ്പിൽ പ്രൈം മിനിസ്റ്റർ വന്നു, അതിന്റെ തൊട്ട് താഴെ മോദിയുടെ പേരിന്റെ സ്ഥാനത്ത് ജോയ് പ്രകാശം എഴുതി വെച്ചാൽ ഞാൻ നോട്ടീസ് എഴുതി ഒട്ടിക്കേണ്ട ആവശ്യമുണ്ട്? ഞാൻ പ്രധാനം അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ വ്യക്തിക്കാണോ പ്രാധാന്യം, ചെയറിനാണോ പ്രാധാന്യം? അപ്പൊ ഫറവോനാണോ പ്രാധാന്യം, സിംഹാസനത്തിനാണോ പ്രാധാന്യം? ഫറവോനാണോ പ്രാധാന്യം, ചെങ്കോലിനാണോ പ്രാധാന്യം? ദൈവം പറയുന്നു, നിന്നെ തടയുന്നത് ഫറവോനായിട്ട് നീ പ്രാർത്ഥിച്ചാൽ ഫറവോൻ മരിക്കും. നിന്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം തീർച്ചയായിട്ടും കൊല്ലും. ഒരു ഫറവോൻ പറ്റിയാൽ അടുത്ത ഫറവോൻ വെയിറ്റിംഗാ, പുള്ളി വരും. പക്ഷെ ചെങ്കോല് മാറിയാലോ? ചെങ്കോല് മാറിയാൽ ഫറവോൻ വന്നാലല്ല പോയാലല്ല, അധികാരമില്ലല്ലോ. ഇന്ന് രാത്രി പലരും മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി പൈശാചിക ആധിപത്യങ്ങൾ, ദൈവസഭയ്ക്ക് വിരോധമായി നീട്ടുന്ന ചില അധികാരങ്ങളുടെ ചെങ്കോലുകളെ ഇന്ന് രാത്രി സ്വർഗം ഒടുക്കുമെന്ന് ദൈവസഭയുടെ പുറപ്പാടിന് വിരോധമായി, തലമുറകളുടെ വളർച്ചയ്ക്ക് വിരോധമായി നീട്ടി നിൽക്കുന്ന ചില ചെങ്കോലുകൾ ഒടിക്കാൻ ഈ രാത്രി നമ്മൾ ആരാധിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തലമുറകൾക്ക് വിരോധമായി ഉയരുന്ന ഫറവോന്റെ ആധിപത്യത്തെ ഉറപ്പിക്കുന്ന സകലതും ഇന്ന് രാത്രി പൊളിഞ്ഞു പോകട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി വിടുതലായി മാറ്റപ്പെടുകയാണ്. പ്രാർത്ഥിക്കുന്നു, ഫറവോനെ നീ ശാസിക്കുന്നുണ്ട്, പക്ഷേ അവനെ ഉറപ്പിക്കുന്നതിന് വേദികളെ, അവനെ ഉറപ്പിക്കുന്നതിനെ അടിത്തറകളെ, അവനെ ഉറപ്പിക്കുന്നതിനെ കാരണങ്ങളെ ഈ രാത്രി ദൈവാത്മ വഹിക്കുകയാണ്. ഒന്നുകൂടി പറയുന്നു, നീ സ്വാഭാവികമെന്നാ ചിന്തിക്കുന്നത്. നിന്റെ കുഞ്ഞിന്റെ നൈലിൽ എന്തുകൊണ്ടാ വീണേ? നീ എന്റെ കുഞ്ഞ് എന്തുകൊണ്ടാ വീണേ? എന്റെ പൊന്നു ഭാഷ എന്തോ ചെയ്യാൻ, അപ്പുറത്തെ കൊച്ചും വീണു, താഴത്തെ കൊച്ചും വീണു, എന്റെ കൊച്ചും വീണു. അങ്ങനെ സ്വാഭാവികമായിട്ടല്ലേ നമ്മൾ വിടുന്നേ. ഓ, അവർക്ക് സംഭവിച്ചു, ഇവർക്ക് സംഭവിച്ചു. എന്നാൽ ദൈവം പറഞ്ഞു, ആ വീട് പോലെയല്ല നിന്റെ വീട്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ഞാൻ വ്യത്യസ്തനല്ലേ? ഞാനൊരു വാഗ്ദത്തമല്ലേ? അങ്ങനെയെങ്കിൽ എന്റെ കുടുംബത്തിൽ ജനിച്ച വാഗ്ദത്ത സന്തതി നഷ്ടപ്പെടാൻ പാടില്ല. തലമുറകളുടെ മേൽ കിടക്കുന്ന വെല്ലുവിളി ഇന്ന് രാത്രി അടിയണം. കുഞ്ഞുങ്ങളാകട്ടെ, വലിയവരാകട്ടെ, ആത്മതലത്തിൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന ചെങ്കോലുകളെ വെട്ടാം ഈ രാത്രി. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. യേശുവിൻ നാമത്തിൽ നീ വിശ്വാസിച്ചുകൊണ്ട് ആമേൻ പറയുമ്പോൾ, നീ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറയുമ്പോൾ ചെങ്കോലുകളെ ഒടിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ നാമത്തിൽ സ്വാഭാവികമല്ല നിന്റെ വീട്ടിൽ നടക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞത് മോശയുടെ അമ്മയും അപ്പനും. എല്ലാ കുഞ്ഞുങ്ങളെയും നൈലിൽ ഇടണമെന്ന് നിയമമുണ്ട്. പക്ഷെ എല്ലാ കുഞ്ഞു പോലെ എന്റെ കുഞ്ഞാണ്. എല്ലാ കുഞ്ഞുങ്ങളും വീണതുപോലെ എന്റെ കുഞ്ഞിനെ വീഴാൻ ഞാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് അറിയാം? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. എല്ലാ കുഞ്ഞുങ്ങളും നൈലിൽ വീണില്ലേ? വീണു. മോശയും നൈലിൽ വീണില്ലേ? എല്ലാ കുഞ്ഞുങ്ങളും മരിച്ചിട്ടും നൈലിൽ വീണ, ഒരേ നൈലിൽ വീണ മോശ എന്തുകൊണ്ട് മരിച്ചില്ല? അതാണ് ഉത്തരം. എന്താ? ബാക്കി കുഞ്ഞുങ്ങളെല്ലാം വെള്ളത്തിൽ വീണപ്പോ
മോശ വീണത് പെട്ടകത്തിലാണ്. രാത്രി നമ്മുടെ തലമുറകളെ വയ്ക്കാൻ നമുക്കൊരു പെട്ടകമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളും പോകുന്ന കോളേജിൽ തന്നെയാണ് നാട്ടുകാരുടെ കുഞ്ഞുങ്ങളും കോളേജിൽ പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ പെന്തിക്കോസുകാർക്കെല്ലാം വേറൊരു ഒന്നുമല്ല. നമ്മുടെ കുഞ്ഞുങ്ങളുള്ള ലോകത്തിൽ തന്നെ ആ നാട്ടുകാരുടെ കുഞ്ഞുങ്ങളുള്ള ലോകം. എല്ലാ നൈലിലും വീഴുന്നത് ഒരുപോലെയാ. പക്ഷേ നമ്മുടെ തലമുറകൾക്ക് നമുക്ക് ഒളിപ്പിക്കാൻ ഒന്നേ ഉള്ളത് പെട്ടകമാണ്. എന്ന പെട്ടകത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ തലമുറകളെ തൊടാൻ ഒന്നിനെയും ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്നുകൊണ്ട് തലമുറകളെ നിവേദിക്കുമ്പോൾ തലമുറകളെ കിടക്കുന്നതിന് വാഗ്ദത്തങ്ങളെ ഈ രാത്രി വെളിപ്പെടുത്തും. ആർക്കും അടച്ചുകൂടാ. പ്രദേശത്ത് നീരൊഴുക്കുകൾ വയക്കുന്നത് പോലെ ശൂന്യങ്ങളെ തലമുറയായി നിൽക്കുന്നവരെന്ന് പേര് പറയുന്ന ഒരു വാഗ്ദത്തം നിന്റെ മേലുണ്ട്. നിനക്കെതിരെ നീണ്ടു നിൽക്കുന്നതിനെ ആധിപത്യങ്ങളെ ഒളിക്കുമെന്ന് പറയുന്ന, വഴി തുറക്കത്തില്ലെന്ന് പറയുന്ന, സ്റ്റക്കാക്കുമെന്ന് പറയുന്ന, ആ വേർഡ് വീണ്ടും പറഞ്ഞ് സ്റ്റക്കാക്കി നിർത്തുമെന്ന് പറയുന്ന ഒരു അവകാശത്തെ ഇന്ന് രാത്രി സ്വർഗ്ഗം പൊളിക്കുകയാണ്. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറക്കുന്നു. തലമുറകളുടെ മുന്നിൽ വാദിച്ചു നിൽക്കുന്ന വിശ്വസിക്കാമോ? തലമുറയുടെ അവകാശങ്ങളുടെ കാര്യം എനിക്ക് ഇനി അറിയണ്ട, കാര്യം അറിയണ്ട. അതിന്റെ പിന്നിലെ കാരണം ഇന്ന് രാത്രി കൊണ്ടാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാവും. ഒറ്റ വേർഡ് കൂടി ഒന്ന് മനസ്സിലാക്കുക. സ്തോത്രം. പിന്നെ അത് നിർബന്ധിക്കുന്നു ഞാൻ പറയാം. സ്തോത്രം. മോശ വെള്ളത്തെ അടിച്ചു, വെള്ളം രക്തമായി തീർന്നു. വാട്ടർ ടേൺ ടു ബ്ലഡ്. രക്ത കളറായെന്നല്ല. എന്നോട് ദൈവം ഇടപെട്ടതാണ് ഞാൻ പറയുന്നത്. പെർഫെക്റ്റ് ആയ തെളിവോ എന്നൊന്നും എന്നോട് ചോദിക്കും. ദൈവം എന്നോട് എന്റെ പ്രാർത്ഥന എന്നെ ബലപ്പെടുത്തിയിരുന്നതാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സത്യത്തിൽ ഒരു അത്ഭുതം കാണിക്കാനാണെങ്കിൽ ചുമപ്പിച്ചാ പോരെ? ചുമപ്പിച്ച വെള്ളം ചുമന്ന രക്തം പോലെയായി. അങ്ങനെയല്ല, പോലെ എന്ന വേർഡല്ല. എന്ന് പറയാം, വാട്ടറിലുള്ള കണ്ടന്റ് മാറി ബ്ലഡിന്റെ കണ്ടന്റ് വന്നെന്നല്ലേ അതിന്റെ അർത്ഥം. ബ്ലഡ് ആകണമെങ്കിൽ കള്ളം പറയത്തില്ലല്ലോ. ഹീമോഗ്ലോബിൻ ഉൾപ്പെടെ എന്തൊക്കെ അതിനകത്ത് വേണമല്ലോ. ബ്ലഡിന് എന്താ അതെല്ലാം അതിനകത്ത് വന്നെങ്കിലല്ലേ അത് ബ്ലഡ് എന്ന് പറയാൻ പറ്റൂ. എന്റെ ചോദ്യം, ഈ ബ്ലഡ് ഏതാ? അടിച്ചപ്പോ ഇത്രയും രക്തം ഇതൊക്കെ നടന്നു. എന്നോട് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വേർഡോ ഞാൻ പറയുന്നതോ. ഈ നൈലിനകത്ത് ഞാൻ പറഞ്ഞ 2 ക്ഷേത്രങ്ങളുണ്ടല്ലോ. ഫറവോൻ അവന്റെ ദൈവത്തിന് കുഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക തലമുറകളെ. ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞുങ്ങളെ കൊല്ലാനാണെങ്കിൽ, വാഗ്ദത്ത സന്തതികളെ ഇല്ലാതാക്കാനാണെങ്കിൽ കഴുത്തറുത്ത് കൊന്നുകൂടെ? അല്ലല്ലോ. തീക്കകത്തെറിഞ്ഞു കൊല്ലാലോ, സിംഹങ്ങൾക്ക് കൊടുക്കാലോ, വേറെ എന്തെല്ലാം മാർഗമുണ്ട് ഇല്ലാതാക്കാൻ. പക്ഷെ ഫറവോൻ പറഞ്ഞ ഒറ്റ വാക്കെല്ലാം അറിയാമോ? എവിടെ അറിയണം?
അതെന്നെ ദൈവം ഇരിക്കുന്ന കുടുംബത്തിൽ ജീവിക്കേണ്ട. ഞാൻ നമ്മുടെ സഭ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, വിശ്വാസ ലോകത്ത് നിങ്ങൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട തലമാണ്. ഫറവോന്റെ വെല്ലുവിളി ചിന്തിക്കുക. വാഗ്ദത്ത കുടുംബങ്ങളിൽ ജീവിക്കേണ്ടവനെ അവന്റെ ദൈവം വലിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. ഫറവോന്റെ ദൈവത്തിന് ഇപ്പോൾ എന്താകും? വാഗ്ദത്ത സന്തതി ഇല്ലാതാകുകയും ചെയ്യും. എന്റെ ദൈവത്തിന് പ്രസാദവുമാണ്. അവന്റെ ദൈവത്തിന് വാഗ്ദത്ത സന്തതിയുടേത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അഭിഷിക്തൻ ഒറ്റയടിയടിച്ചു. വർഷങ്ങളായി കുറിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ പുറത്തു. അങ്ങനെ ഈ അടിയെ ഒരത്ഭുതമല്ല, ഒരു ന്യായവിധിയാണ്. നമുക്ക് എത്ര പേർക്ക് ആ വെളിപ്പാട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇനി നിങ്ങൾ 7-ാം അധ്യായത്തിന് ശേഷം ഒരു കുഞ്ഞ് പോലും പിന്നെ നൈലിൽ വീണതായിട്ട് വാക്യമില്ല. ഒറ്റ കുഞ്ഞിനെ പോലും പിന്നെ നൈലിൽ വീണാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയാവോ, ഇന്നലകളിൽ മറഞ്ഞിരുന്ന് വിഴുങ്ങിയത് മുഴുവൻ ഈ പ്രാർത്ഥനയുടെ 2ാമത്തെ സെക്ഷനിൽ പറയുക. ഞാൻ കുറെ സമ്പത്തിന്റെ കാര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇന്നലകളിൽ മറഞ്ഞിരുന്ന് വിഴുങ്ങിയ ആരോഗ്യമില്ല നിന്റെ ആരോഗ്യം. കാരണം നിനക്ക് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി കുറച്ചുകൂടി ഓടുമായിരുന്നു. പക്ഷെ പൈശാചിക മണ്ഡലം മറഞ്ഞിരുന്ന നിന്റെ ആരോഗ്യത്തെ ചോർത്തിയെങ്കിൽ, സാമ്പത്തിക മണ്ഡലമാകട്ടെ, തലമുറകളുടെ തലമാകട്ടെ, ഈ രാത്രി തിരിച്ചു വരാം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട എന്റെ ആരോഗ്യത്തെ മറഞ്ഞിരുന്ന് വിഴുങ്ങിയത് സകലതും മടങ്ങി വരട്ടെ. കർത്താവിനെ രാത്രി ചിലരെ നോക്കി ഉറപ്പോടെ പറയുന്നു, കർത്താവ് ചെയ്യും. നമ്മളിങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത്, പെട്ടെന്നൊരു കല്ലടക്കുമ്പോൾ പുതിയ വെള്ളമല്ല വരുന്നത്. പിന്നെ എന്നാ ഇത് കെട്ടി നിന്നത് മുഴുവൻ വരുന്നത് പോലെ ഇന്നലകളിൽ കെട്ടി നിർത്തിയിരിക്കുന്നത് മുഴുവൻ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ആ അഭിഷേകം, പ്രാർത്ഥനയുടെ തലങ്ങൾ ഒന്ന് റിലീസ് ആകാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാവോ? യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ടാകും? കാരണത്തിന് ഇന്ന് രാത്രി കർത്താവ് തൊടും. തലമുറകളുടെ വിടുതലിനെതിരെ നിൽക്കുന്ന കാരണത്തെ യേശു ഇന്ന് രാത്രി തൊട്ടിട്ടുണ്ട്. അവന്റെ വിടുതൽ നീ കാണുമെന്ന് ദൈവാത്മാവ് ഉറപ്പ് പറയും. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, നമ്മൾ കാര്യം കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ യേശു കാരണം കണ്ട് ശാസിക്കും, കാരണം പറഞ്ഞ് ശാസിക്കും. ഈ ഒരിക്കൽ യേശു കർത്താവ് ശിഷ്യന്മാർ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു അത്തിയെ കണ്ടു. ബാക്കി ഓർക്കുന്നില്ല. അത്തിയെ കണ്ടു. അപ്പം യേശുവിന് വിശന്നിട്ട് അവിടത്തോട്ട് ചെന്നു. കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി, എന്തെങ്കിലും ഒന്നും കണ്ടില്ല. ഉടനെ അവിടെ എഴുതിയിരിക്കുന്ന വാക്കല്ല, യേശു അത്തിയെ ശപിച്ചു. പിന്നെ ആ ഭാഗത്തൊന്നും കാണുന്നില്ല. പിന്നെ നിങ്ങൾ വായിക്കുന്നത് പിറ്റേ ദിവസം യേശുവും ശിഷ്യന്മാരും കൂടി വരുമ്പോൾ ശിഷ്യൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഗുരുവേ, നീ ഇന്നലെ ശപിച്ച അത്തി ഉണങ്ങി നിൽക്കുന്നു. ഇത് വായിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, യേശു ഇന്നലെ ശാസിച്ചു വിടുതൽ നടന്നതെന്നാണ്. അപ്പൊ നമുക്ക് ഇന്നൊരു വിടുതൽ വേണമെങ്കിൽ യേശു ഇന്നലെ, ചില ഗുളിയുണ്ടല്ലോ 12 മണിക്കൂർ കഴിഞ്ഞിട്ട് എഫക്റ്റ് പിടിക്കത്തുള്ളൂ. അപ്പം യേശു തലേ ദിവസം ശാസിച്ചു, വിടുതൽ പിറ്റേ ദിവസം. അങ്ങനെയാണോ? നാളെ വിടുതൽ വേണമെങ്കിൽ ഇന്ന് യേശു ശാസിച്ചിട്ടേക്കണം. മാവ് പുളിക്കാൻ പറ്റുന്ന പോലെ ഇട്ടേക്കണം. അപ്പൊ നാളെ അങ്ങ് പുളിച്ചങ്ങ് റിയാം. അങ്ങനെയാണോ? ഒന്നുമല്ല. കർത്താവ് എന്നോട് പറഞ്ഞൊരു വാക്ക്, എന്നാൽ അവിടെ കാരണം യേശു ശാസിച്ചപ്പോൾ ഒന്നും നടന്നായിട്ട് വാക്യമില്ല. ഒന്ന് യേശു ശപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിറ്റേ ദിവസമാണ് ഉണങ്ങി നിൽക്കുന്നത്. നമുക്ക് ഈ ഉണങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഇല ഉണങ്ങുന്നതാണ് നമ്മുടെ ഉണക്കാൻ. ഉണങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ ഇപ്പൊ ഇല ഈ എല്ലാം ഉണങ്ങിപ്പോണം. കർത്താവ് ഇലയല്ല ഉണക്കുന്നത്. നമ്മൾ ഈ ഇല ഉണങ്ങുന്നത് നമ്മുടെ വിടുതലാകുമ്പോൾ കർത്താവ് പറയും, മോനെ ഞാൻ ശാസിച്ചപ്പോഴേ പുള്ളി ഉണങ്ങി. എവിടെ? അത് നീ കണ്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ ശാസിച്ചപ്പോൾ ഉണങ്ങി. എവിടെ? വേരിലെ ഉണക്കൽ പുറത്ത് കാണാൻ ഇത്ര സമയം എടുത്തന്നേ ഉള്ളൂ. നീ കാണുന്നത് ഇലയാണെങ്കിൽ ഞാൻ കാണുന്നത് വേരാ. വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി നമ്മൾ ഇല കണ്ട് പ്രാർത്ഥിക്കും, യേശു വേര് കണ്ട് ശാസിക്കും. ആ വേരിനെ, ആ റൂട്ടിനെ അവൻ ഇന്ന് രാത്രി ശാസിക്കുക. ഇനി നമ്മൾ യേശു കർത്താവ് പടകിൽ നിന്ന് എഴുന്നേറ്റു. യേശു എന്തിനെ ശാസിച്ചു? അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയാം, യേശു കാറ്റിനെ അല്ല ശാസിച്ചു, അതിനും അപ്പുറത്തേക്ക് യേശു കടക്കുക. സാധാരണ ആൾക്കാർ വെള്ളം കാണും, പ്രാർത്ഥിക്കുന്നവൻ കാറ്റ് കാണും, വെളിപ്പാടുള്ളവൻ കാറ്റിനും അപ്പുറത്ത് കാണും. വായിക്കാം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 8-ാമത് വാക്യം. മർക്കോസ് സുവിശേഷം
5-ാം അധ്യായം 8-ാമത് വാക്യം. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. പാസ്റ്റ് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത്. യേശു കൽപ്പിച്ചിരുന്നു. കൽപ്പിക്കുന്നു എന്നല്ല, കൽപ്പിച്ചിരുന്നു. അതിനു മുൻപ് ഒരു ശാസന കാണുന്നത് പടകിനകത്ത് വെച്ചാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ 4 അത്ഭുതങ്ങളും കെട്ട് പടഞ്ഞു കിടക്കുന്ന അത്ഭുതമാണ്. യേശു പടകിൽ നിന്ന് എഴുന്നേറ്റപ്പോഴൊക്കെ സംഭവം മനസ്സിലായി. ഈ കാറ്റ് ഇവിടത്തെ പുള്ളി അല്ല, പിന്നെ എവിടെയാ? എന്നെ ഗദരദേശത്ത് എത്തിക്കാതിരിപ്പാൻ, ഗദരദേശത്ത് ഒരുവന്റെ കെട്ട് പൊട്ടാതിരിക്കാൻ അവിടെയുള്ള വെല്ലുവിളി ഇവിടേക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയെങ്കിൽ യേശു ഇവിടെ നിന്ന് അവിടെ ശാസിച്ചു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇന്നൊരു പ്രതിസന്ധി വരുന്നത് ഇന്നത്തെ ഒരു വിടുതൽ തടയാനാണ് ചിന്തിക്കരുത്. മനസ്സിലായോ? ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രഗിൾ വരുന്നുണ്ടല്ലോ, ഈ ഒരു സ്ട്രഗിൾ ഇന്നത്തെ ഒരു ഡെലിവറൻസിനെതിരെ ഉള്ളതല്ല. 10 വർഷത്തിന് ശേഷം നടക്കേണ്ട ഒരു ഡെലിവറൻസിനെതിരെയാണ് ഇന്ന് അവൻ വെല്ലുവിളിക്കുന്നത്. എന്നാൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത ഇന്ന് മാത്രം വിടുവിക്കുന്നവനല്ല, ഇവൻ ഇവിടെ നിന്ന് അതുവരെ ശാസിക്കും. ഒരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ ആണ് 2026, ഓക്കെ, 2035 ആകുമ്പോൾ കർത്താവ് വരവിന്റെ താമസമുണ്ട്. 2035 നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ ഉദാഹരണമാണ് US നിൽക്കണം എന്ന് ദൈവം വെച്ചിട്ടുണ്ട്. 2035 നിങ്ങളുടെ മോൻ എവിടെ ജോലി ചെയ്യണം? US. ഇത് ദൈവം വെച്ചിരിക്കുക. പിശാച് 2035 കിട്ടുന്ന 2026 അവൻ +2 പഠിക്കുന്ന അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2025 ദൈവം വിളിക്കുന്നത്. 2026 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനൊരു രോഗം വരുന്നത് ഇന്ന് 10ാം ക്ലാസ്സിന്റെ തോൽവി മാറുന്നതായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് എന്റെ കുഞ്ഞായി 10ലെ വിടുതലല്ല പിശാചിന്റെ ലക്ഷ്യം, 10ല് അവനല്ല വിഷയം, അവന്റെ ലക്ഷ്യം 35 എത്തേണ്ടടുത്ത് എത്തരുത്. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിന്റെ കെട്ടല്ല അവൻ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് ഈ 26 നിന്ന് 35 വരെയുള്ള കെട്ട് പൊട്ടിക്കും. വിശ്വസിക്കാവോ? ഇന്നത്തെ വിഷയം അല്ല വിടുതൽ. ഞാൻ എവിടെ എത്തണോ അതുവരെയുള്ള വിടുതൽ ചെയ്യാൻ തലമുറകളെ നിങ്ങൾ ഇന്ന് ഒതുങ്ങി കിടക്കുമ്പോൾ ഇന്നത്തെ ഒരു വിടുതൽ അല്ല ദൈവം കാണുന്നത്. നാളുകളിൽ നീ പ്രയോജനപ്പെടേണ്ടത്, നാളുകളിൽ നിന്നിൽ വെളിപ്പെടേണ്ട ശിശുക്കൾ, നാളുകളിൽ നിന്റെ തലമുറയായിരിക്കേണ്ട ഇടങ്ങൾ. അതുകൾ ഇന്ന് ഒതുക്കുമ്പോൾ ഈ ഉപവാസത്തിന്റെ 2ാമത്തെ സെക്ഷനിൽ ആത്മതലത്തിൽ പ്രാർത്ഥിച്ചിട്ട് പറ, എന്റെ വിടുതൽ ഇവിടെയല്ല, വെളിപ്പെടേണ്ട ഇടം വരെ സ്വർഗ്ഗം വെളിപ്പെടുത്തും. വിശ്വസിക്കുന്നവരാമേൻ പറയാമോ? യേശുവിന്റെ മകത്വം ഇന്ന് രാത്രി ഭാവിയെ അടയ്ക്കാൻ നിൽക്കുന്ന, ഭാവിയെ തടയാൻ നിൽക്കുന്ന മറഞ്ഞിരിക്കുന്ന വെല്ലുവിളികളെ ഈ രാത്രി സ്വർഗ്ഗമടിക്കുകയാണ്. ഫോക്കസ് ചെയ്തല്ല, തലമുറകളോട് ബന്ധത്തിൽ, ചർച്ചിനോട് ബന്ധത്തിൽ, ഒരു എല്ലാവരോടുള്ള ബന്ധത്തിലെ ദൂതായിട്ടാണ് എനിക്ക് പറയുന്നത്. ആ ഒരു വെല്ലുവിളിയെ സ്വർഗ്ഗം രാത്രി ചർച്ചയിൽ നിന്ന് എടുത്തു കളയുകയാണ് യേശുവിൻ നാമത്തിൽ. ഒരു തെളിവ് പറയാം. ഞാൻ ദൈവം ഓർപ്പിക്കുന്ന ഒരു വചനത്തിലൂടെയാണ്. യോസഫ് 30ാമത്തെ വയസ്സിൽ എവിടെ നിൽക്കണം? 30ാമത്തെ വയസ്സിൽ അവൻ മന്ത്രിയാകണം. ഇത് സ്വർഗ്ഗം എഴുതി വെച്ച പ്രമാണമാണ്. അല്ലെങ്കിൽ കർത്താവിന്റെ ബയോഡേറ്റയ്ക്കകത്തുണ്ട് 30ാമത്തെ വയസ്സിൽ അവൻ കൊട്ടാരം. ആ ജോസഫിനെ കെട്ടിയത് 30ാമത്തെ വയസ്സിലാണോ 17ാമത്തെ വയസ്സിലാണോ? അവനെ കെട്ടിയത് 17ാമത്തെ വയസ്സിലാണ്. ഇവൻ ദൂരെ നിന്ന് വരുമ്പോ അവനെ കുഴിക്കകത്തിടാൻ വേണ്ടി ദുരാലോചന കഴിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അപ്പനെങ്ങാണ്ട് ഒരു തുണി മേടിച്ചു കൊടുത്തു, അത് ഇവന് കൊടുത്തു, അവർക്ക് കിട്ടിയില്ല, അതിന്റെ അസൂയ കൊണ്ട് കിട്ടുന്നു. ചുമ്മാതാ. അതല്ല പിശാചിന്റെ ലക്ഷ്യം. അവന്റെ സ്വപ്നം എന്താണ്? അവൻ 30ൽ എത്തണമല്ലോ, എന്തൊക്കെയോ പ്ലാൻ ഉണ്ടല്ലോ. അവൻ അവിടെ എത്തുന്നതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ 17ൽ അവനെ കുഴിക്കകത്തിട്ടു. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ ദൈവം അവനെ അവിടെ നിന്ന് വലിച്ചു കയറ്റാൻ അവസരം കൊടുത്തത് 30 വരെയുള്ള കെട്ടുപൊട്ടിച്ചിട്ടാണ്.
അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, യേശു ഇതിനകത്ത് എഴുന്നേൽക്കുന്നുണ്ട്. കർത്താവ് ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ എഴുന്നേൽക്കുന്നുണ്ട്. നമ്മൾ കാണുന്നത് പോലെയല്ല. നാളകളെ കണ്ടുകൊണ്ട് അവന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിന്നെ കാണുന്നവരും നിന്നെ അറിയുന്നവരും ഇന്ന് രാത്രി ദാസി നിന്റെ അരികിൽ നിൽപ്പുണ്ട്. നിന്നെ കാണുന്നവരും നിന്നെ അറിയുന്നവരും യേശുവാണ്. അവൻ നിന്നെ അറിയുന്നുണ്ട്. അവൻ ഇന്നല്ല കാണുന്നത്, നാളകളെ അറിയുന്നു. യേശുവിന്റെ കരം ഇന്ന് രാത്രി നിന്റെ കൂടെ ഉണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. അവൻ പൊളിച്ചു കളയുവാൻ, ഒതുക്കി കളയുവാൻ. നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ല, ഇതിനപ്പുറം നീ പോകത്തില്ലെന്ന് പറയുന്ന വാദിച്ചു നിൽക്കുന്ന പറവോന്യ പാരമ്പര്യ ആധിപത്യങ്ങളുടെ നടുവിൽ ഈ രാത്രി പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ നിന്നെ ഉറപ്പിക്കുന്ന ഒരു പടകാക്കും. അക്കരെ എത്തി എന്ന് പറയുന്നത് പോലെ കർത്താവിന് പ്രയോജനമുള്ള ഒരു പടകാക്കി, കുടുംബമാക്കി, എന്റെ നാമം മഹത്വത്തിന് വേണ്ടി ഒരു ഇടമാക്കി ഞാൻ മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. അവൻ വെല്ലുവിളിച്ചു നിൽക്കുന്നതിനെ പോരുകളെ ഞാൻ അഴിച്ചു കളഞ്ഞു. കുടുംബമായി ഞാൻ ചിലടത്ത് തെളിയിക്കുമെന്ന് ആ വാക്ക് അങ്ങനെ പറഞ്ഞ് ഞാൻ ചിലടത്ത് വെളിപ്പെടുത്തുമെന്ന് ആത്മാവ് തന്നെ വിശുദ്ധിയിൽ ആലോചന പറഞ്ഞു. യേശുവിന്റെ കരം ഇന്ന് രാത്രി നിന്റെ കൂടെ ഉണ്ട്. 9 വർഷങ്ങൾക്ക് പുറകിൽ പിശാച് എഴുതി വെച്ചൊരു രേഖയും തകർത്ത് കളയുമെന്ന് അവൻ വാദിക്കുമ്പോൾ ചെയ്തത് അവൻ സ്തോത്രം ഹല്ലേലൂയ അന്ന് തീർത്ത് കളയുന്നതല്ല, മറിച്ച് നാളുകളിൽ വെളിപ്പെടേണ്ടതിന് വാഗ്ദത്തത്തിനെതിരെയായിരുന്നെങ്കിൽ അന്ന് വിടുവിച്ച കർത്താവ് പറയുന്നു, നാളുകളിലും ആ വാഗ്ദത്തം പൂർത്തിയാകുന്നിടം വരെ എന്റെ മഹത്വം കൂടെ ഉണ്ടായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് തന്നെ വിശുദ്ധിയിൽ ആലോചന പറഞ്ഞു ഉറപ്പിക്കുകയാണ്. ദൈവകരവിന്റെ രാത്രി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. എത്ര രണ്ടാമത്തെ അത്ഭുതം ഗദരദേശം ഞാൻ പറഞ്ഞല്ലോ. ആദ്യത്തെ അത്ഭുതം രണ്ടാമത്തെ അത്ഭുതം കെട്ടുപടഞ്ഞു കിടക്കുന്നതാണല്ലോ. കടലിൽ നിൽക്കുമ്പോൾ തന്നെ ഗദരദേശത്തെ ശാസിച്ചു. ഈ ഗദരദേശം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഞാൻ ഇന്ന് രാത്രി അത് തൊടുന്നില്ല. അമസ്തോത്രം ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഗിലയാദ് എന്നാണ് ഗദരദേശത്തിന്റെ ആദ്യത്തെ പേര്. ഗിലയാദ് ഗദരദേശത്ത് ഉൾപ്പെടുന്ന ഒരു സ്ഥലം. ഗിലയാദ് ഉൾപ്പെടുന്ന ഒരു സ്ഥലം വളരെ മനോഹരമായി. ഗിലയാദിന്റെ പ്രത്യേകത നമുക്ക് ഒത്തിരി ഉണ്ടല്ലോ. വായിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്നൊക്കെയാണ്. വൈദ്യനില്ലയോ, പ്രവാചകനില്ലയോ, തൈലം, അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട്. ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഇന്ന് പന്നി കയറുന്ന ഒരല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് അകപ്പെടുമ്പോൾ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചൊരു വാക്ക് ഹല്ലേലൂയ, ഇവനൊരു യോഗത്തിന് പോയെന്ന് വാക്യമില്ല. യേശു ഇവനെ തേടി അങ്ങനെ എന്താണെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും അല്ല, ചിലരോടും ഇവൻ വീട്ടുകാരുണ്ടോ ഇല്ലയോ? ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഇവനകത്തില്ല. ഇവൻ അപ്പം കാണത്തില്ലേ, ഇവനും അമ്മ കാണത്തില്ലേ, ഇവനും വീട്ടുകാരില്ലേ? ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ? ഇവനോട് ചോദിച്ചാൽ ഇവൻ പറയും അവൻ ഭ്രാന്തനാണ്. അവർക്ക് ഭൂതമാണെന്നൊന്നും പറയാൻ അറിയത്തില്ലല്ലോ നാട്ടുകാർ. അവർ പറയും അവൻ ഭ്രാന്തനാണ്. എല്ലാവരും ആരും തള്ളത്തല്ല, എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്തവനെ പോലെ ഏകാന്തതയ്ക്കകത്ത് ഈ മനുഷ്യനെ തള്ളിയിടുമോ? യേശു ഇവനെ തേടി, ഒരു മനുഷ്യനെ തേടി യേശു അങ്ങോട്ട് ചെന്നെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ അടുത്ത പ്രത്യേകത എന്താണെന്നറിയാമോ? ഏകാന്തതയിൽ സഹിത്വം നൽകുന്നവരാണ്. ഇന്ന് രാത്രി എല്ലാവരും ഉള്ളപ്പോഴുണ്ടെങ്കിലും ആരുമില്ലാത്തതുപോലെ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ഒരു സഹിത്വം ഈ രാത്രി നിന്റെ അരികിലാക്കി. എന്നിട്ട് സുബോധം കൊടുത്ത വസ്ത്രം ധരിച്ചു കഴിഞ്ഞപ്പോൾ യേശു ഇവനോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ നിന്നെ തന്നെ എവിടെ കാണിക്കണം? വീട്ടുകാരുടെ മുമ്പിൽ പോയി കാണിക്കാനാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ തെളിയിക്കുന്നത് ദൈവമായിരിക്കും. ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ തെളിയിക്കുന്നത് ദൈവമായിരിക്കും. പരിശുദ്ധാത്മാവ് വീണ്ടും പറഞ്ഞു, ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ തെളിയിക്കുന്നത് ദൈവമായിരിക്കും. ഇന്നും എനിക്ക് മനസ്സിലാകാത്ത നിങ്ങൾ വചനം ധ്യാനിക്കുന്നവരായതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പൊ ഒരു സുബോധം വന്നു. അടുത്ത പദം വസ്ത്രം എവിടെ നിന്ന് കിട്ടി? മതി, വസ്ത്രം എവിടെ നിന്ന് കിട്ടി? എനിക്കിന്നും അറിയത്തില്ല. നിങ്ങൾ ധ്യാനിക്കുക. കാരണം ഇങ്ങനെ ഒരു ഭൂതഗ്രസ്തനുണ്ടെന്ന് ശിഷ്യന്മാർക്ക് അറിയാമോ? അറിയാമായിരുന്നെങ്കിൽ തയ്ച്ചുകൊണ്ട് പോകാം. ഇനി അറിയാമാണെങ്കിൽ ഇവന്റെ അളവറിയാമോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹൃദയം തുറന്ന് പറയാൻ എനിക്ക് മനസ്സിലായിട്ടില്ല. ഒത്തിരി ധ്യാനിച്ചു. കർത്താവ് ഈ വസ്ത്രം എവിടെ നിന്നാണ് കിട്ടിയത്? ഒരു പിടുത്തവും ദൈവവും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ബോധ്യം വന്നു, വിടുതലിനകത്ത് അതെല്ലാം ഉണ്ട്.
യേശു സുബോധം കൊടുത്തപ്പോ അവൻ ആന്തരികം മാത്രമല്ല, നാട്ടുകാരുടെ മുമ്പിൽ ഒരു മാന്യതയും ദൈവിക വിടുതൽ നടത്ത അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്കാവോ? എന്റെ കർത്താവ് ചെയ്യും, എന്റെ കർത്താവ് ചെയ്യും. തിരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു കാര്യം കൂടി പറയാം. വളരെ ആത്മാർത്ഥമായി കാത്തിരുന്നിട്ട് മറുപടി ഇല്ലാത്ത ആരെങ്കിലും നിങ്ങളോട് ഒരു ദൂത് കൂടി പറയാൻ ദൈവം ദൂത് പറയുന്നു. ഞാൻ അവസാനിപ്പിക്കാം. 1-2 മിനിറ്റുകൾ മാത്രം. ഹല്ലേലൂയ. ഈ ഭൂതഗ്രസ്തനെ 5-ാം അധ്യായം പഠിക്കുമ്പോൾ 3 പ്രാർത്ഥന നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. 3 പ്രാർത്ഥന. അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാം എന്ന് യേശു കൽപ്പിച്ചത്. അവിടെ വലിയൊരു പന്നിക്കൂട്ടം ഭൂതങ്ങൾ യേശുവിനോട് എന്ത് അപേക്ഷിച്ചു? ഞങ്ങളെ ആ പന്നിയിലേക്ക് യേശു എന്ത് ചെയ്തു? അനുവാദം കൊടുത്തു. പെന്തിക്കോസ്തുകാരായ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂതങ്ങൾ പ്രാർത്ഥിച്ചത് യേശു, ഭൂതം പ്രാർത്ഥിച്ചു യേശു. അങ്ങനല്ലേ? കറക്റ്റ് ആണല്ലോ. ഇനി 15-ാമത്തെ വാക്യം. നാട്ടുകാരല്ല യേശുവിന്റെ അടുക്കൽ വന്നു, ഞങ്ങളുടെ അതിര് വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു. യേശു എന്ത് ചെയ്തു? പടകിൽ കയറി എന്ന് പറഞ്ഞ് അനുസരിച്ചു. നാട്ടുകാർ പ്രാർത്ഥിച്ചത് യേശു, കൃപ പ്രാപിച്ചവൻ, സുബോധം വന്നവൻ, വസ്ത്രം ധരിച്ചവൻ യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാനും നിന്റെ കൂടെ വരിക ദൈവവേല. യേശു എന്താ അടുത്ത് വായിക്കുന്ന വാക്ക്? അനുവദിച്ചില്ല. നീ വീട്ടിൽ പോടാന്ന് പറഞ്ഞു. ഭൂതത്തിന്റെ പ്രാർത്ഥന കേട്ട യേശു, നാട്ടുകാരുടെ പ്രാർത്ഥന കേട്ട യേശു, കൃപ പ്രാപിച്ചവന്റെ പ്രാർത്ഥന മാത്രം കേട്ടില്ല. എന്തുകൊണ്ടാണ്? ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. നമ്മളും ചിന്തിക്കത്തില്ലേ? ഉള്ള ഭൂതങ്ങളെല്ലാം കേട്ടിട്ടും ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു, എന്നെ മാത്രം കർത്താവ് നോക്കുന്നുമില്ല, ഗൗരി, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഒറ്റ ഉത്തരം. കർത്താവ് പറയും, ഇന്ന് നീ കണ്ടതല്ല നിന്നെക്കുറിച്ചുള്ള പദ്ധതി. വലിയ കാര്യമാണ്. ഒരു കാര്യം പറയാം, യേശു തന്നെ ചിന്തിക്കണം, മോനെ നീ എനിക്ക് ഓൾറെഡി ഇപ്പൊ എത്ര ഉണ്ട് കൂടെ, ഇതിനെങ്ങനെ കൊണ്ടുപോകുന്നെന്ന് എനിക്കറിയത്തുള്ളൂ. ഇന്നുള്ള നിന്നെയും കൂടി ഇതിനകത്തോട്ട് കൊണ്ടുവന്നാൽ സ്വത്രം ഇപ്പൊ തന്നെ 3.5 വർഷം എങ്ങനെ പോകുന്നെന്ന് എനിക്ക് അറിയത്തുള്ളൂ. സ്വത്രം അപ്പൊ നിന്നെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരു പരിപാടി നടക്കുകയല്ല. രണ്ട് നാട്ടുകാരെനിക്കെതിരാ. ഞാനിപ്പം നിന്നെയും പൊക്കിക്കൊണ്ട് ഇവരുടെ കൂടെ ഇപ്പുറത്തോട്ട് വന്നാൽ എനിക്കിനി ഗദരദേശത്ത് പോകാൻ പറ്റും. നാട്ടുകാരെതിരല്ലേ? എന്നാൽ നീ ഗദരദേശത്തുണ്ടെങ്കിൽ എനിക്ക് നിന്റെ കെയർ ഓഫിൽ നിന്റെ വീട്ടിൽ ഒരു കോട്ടേജ് മീറ്റിംഗ് നടത്താം. നിന്റെ വീട്ടിൽ നീ എനിക്കുണ്ടല്ലോ, നിന്റെ വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ്. 2, നിന്റെ കെയർ ഓഫിൽ എനിക്ക് അവിടെ വന്നാൽ അത്ഭുതങ്ങൾ നടക്കും. അവിടെ വായിക്കുന്ന ഒരു വാക്കുണ്ട്, ദെക്കപ്പൊലി നാട് മുഴുവൻ അവൻ. ഞാൻ രാവിലെ പറഞ്ഞു ദെക്കപ്പൊലി എന്താണെന്ന്. 10 പട്ടണം. ദെക്കെന്ന് പറഞ്ഞ 10, പൊലി എന്ന് പറഞ്ഞ സിറ്റ്. 10 പട്ടണങ്ങളിൽ ഇവൻ സുവിശേഷം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്റെ ഒരു പ്രാർത്ഥന യേശു കേൾക്കാത്തത് 10 പട്ടണത്തെ കണ്ടിട്ടാണ്. അങ്ങനെ എല്ലാവരുടെയും കേട്ടു. എന്നെ മാത്രം ദൈവം ഉപേക്ഷിച്ചതെന്താ? ഉത്തരം ഒന്നേ ഉള്ളൂ, നിന്നിൽ വലുത് ദൈവം വെച്ചിട്ടുണ്ട്.